السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا معز أعزني بك دائما في حفظ عصمتك القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مكرهم يا قاهر. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായി അവൻ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു സബലീകരിച്ച് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായ പരസ്യമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും നിയ്യത്തുകളെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാരകമായ പടർന്നു പിടിക്കുന്ന ഒരുപാട് വേദനകളെ തിന്ന് കഴിയുന്ന രോഗങ്ങളെ തൊട്ട് തിന്നേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാര്, നമ്മുടെ മക്കള്, അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അല്ലാഹു തആല അതിനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുത്ത് കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. സമ്പത്തിൽ വർധനവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മക്കളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു ആ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. നാഫിആയ ഇൽമ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഹിദായത്തുൽ അൻവാർ അസ്മാഉൽ ഹുസ്ന പ്രഭാഷണ പ്രാർത്ഥനാ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു തആല ചുരുങ്ങി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാം. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാധ്യത മൂലം ഒരുപാട് വിഷമമാണ്. അല്ലാഹു തആല വീട്ടി തരട്ടെ. ഞങ്ങൾ ഒരുപാട് കടത്തിലാണ്. അല്ലാഹു തആല കടങ്ങൾ വീട്ടി തരട്ടെ.
അള്ളാഹു താല അതിനുള്ള സമ്പത്ത് തന്നെ അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ കിട്ടാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിനുള്ള സമ്പത്തും അതിനുള്ള വഴികളും അള്ളാഹു തുറന്നു തരട്ടെ. സാജിദ അള്ളാഹു സ്വീകരിക്കട്ടെ. റൈഹാൻ ബ്ലോഗ് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സജ അള്ളാഹു താല സ്വീകരിക്കട്ടെ. നാഫിയ ഇൽമു കൊടുക്കട്ടെ. പഠിക്കുന്ന മക്കൾക്ക് അള്ളാഹു നാഫിയ ഇൽമു കൊടുക്കട്ടെ. ഹാഫിളീങ്ങളിലും ആബിദീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. മൈമൂന അള്ളാഹു താല സ്വീകരിക്കട്ടെ. അവരുടെ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ. ഫാത്തിമ ബീവി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കുടുംബങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കട്ടെ. കുടുംബങ്ങളെ എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരുടെയും കുടുംബങ്ങളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഒരു 50 പേരിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മജ്ലിസ് ആരംഭിക്കാം. ഖൈറായ രീതിയിൽ അള്ളാഹു വീടുണ്ടാകാനുള്ള തൗഫീഖ് തരട്ടെ. അതിനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അതിനുള്ള തടസ്സങ്ങൾ അള്ളാഹു താല മാറ്റി തരട്ടെ. അതിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി തരട്ടെ. പനി മാറാൻ വേണ്ടിയിട്ട് അള്ളാഹു ശിഫാ തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മരുന്നില്ലാത്ത രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കളഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ ആ സ്വർണ്ണാഭരണം അള്ളാഹു എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കട്ടെ. അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. തടസ്സങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഒരുപാട് നീറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ദുഃഖങ്ങളാണ് വലുതെന്ന്, നമ്മുടെ സങ്കടങ്ങളാണ് വലുതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളെക്കാൾ സങ്കടത്തിന്മേൽ സങ്കടത്തിൽ കഴിയുന്ന, കടത്തിന്മേൽ കടത്തിൽ കഴിയുന്ന, രോഗത്തിന്മേൽ രോഗത്തിൽ കഴിയുന്ന ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇത്തരം മജ്‌ലിസുകളിലൂടെ അത്തരം ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ വിഷമങ്ങളൊന്നും ഒരു വിഷമമല്ലാതെയായിട്ട് മാറുകയെന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലേ? നമ്മൾ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തണം. അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തണം. എത്ര നന്ദി രേഖപ്പെടുത്തിയാലും അത് മതിയാവുകയില്ല. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് എത്ര നന്ദി രേഖപ്പെടുത്തിയാലും അത് ഒട്ടും മതിയാകില്ല. ഉമ്മാന്റെ കാലിലുള്ള പഴുപ്പ് മാറാൻ വേണ്ടി ഹഫ്സത്ത് അള്ളാഹു തആല ശിഫാ കൊടുക്കട്ടെ. അള്ളാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാടക വീട്ടിലാണ്, ഖൈറായ ഒരു വീട് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സ്വന്തമായ ഒരു ഭവനം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതിനുള്ള വഴികളെല്ലാം പടച്ച തമ്പുരാൻ എളുപ്പമാക്കട്ടെ. എന്റെ മോനിക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു ഖൈറായ ജോലി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഖൈറായ വരുമാനം കൊടുക്കട്ടെ. ഇനി ഇടയ്ക്ക് വെച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ദുആ ചെയ്യില്ല കേട്ടോ. പ്രസംഗം വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിഷയത്തിൽ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എല്ലാവരുടെയും കമന്റ് വായിക്കോളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പെട്ടെന്ന് അറിയിച്ചു. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഹഫ്സ ശംസുദ്ദീൻ വിപി ഒരുപാട് വിഷമമുണ്ട് ഉസ്താദെ, ദുആയിൽ ഉൾപ്പെടുത്തണം. മാഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മജ്‌ലിസ്. അൽഹംദുലില്ലാ അല്ലാഹു നിലനിർത്തി തരട്ടെ. എൻ്റെ വലത്തേ കൈ ചൊറിയുന്നു. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് വലത്തേ കൈ ചൊറിഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലത്തേ കൈയുടെ വെള്ളം ഇങ്ങനെ നല്ല ചൊറിയുന്നുണ്ട്. അപ്പൊ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യം വന്നു ചേരാനായിരിക്കും. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അല്ലാഹു ഹലാലായ സമ്പത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. പൈസ കിട്ടിയാൽ വേണ്ടാന്ന് പറയുന്ന ആരാ ഉള്ളേ? അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറായ ജോലിയും ഖൈറായ വരുമാനവും ഖൈറായ ശമ്പളവും ഖൈറായ സമ്പത്തും ഹലാലായ സമ്പത്തും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷയത്തിലേക്ക് ആരംഭിക്കുകയാണ്. എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തോ? എല്ലാവരിലേക്കും സ്റ്റാറ്റസ് ചെയ്തോ? എല്ലാവരും ഷെയർ ചെയ്തോ? അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പവിത്ര മാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. യുദ്ധം നിഷിദ്ധമായ ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. ദുആകൾക്ക് ഏറെ പ്രതിഫലം കിട്ടുന്ന പുണ്യമാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. അല്ലാഹു യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന ഒരേ ഒരു മാസം
ലോക ജനതയുടെ മുന്നിൽ വലിയ സന്ദേശങ്ങൾ, വലിയ നന്മകൾ നൽകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ഏതു മാസം? ദുൽഹിജ്ജ മാസം. അടിമയും ഉടമയും മുതലാളിയും തൊഴിലാളിയും അവർണനും സവർണനും മേൽജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും വെളുത്തവനും കറുത്തവനും ആണും പെണ്ണും അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും മറ്റ് വിദേശങ്ങളിലുള്ളവരും എല്ലാ പാകിസ്ഥാനികളും അങ്ങനെ എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് കൂടുന്ന, രാജാവും പ്രജകളും ഒരുമിച്ച് കൂടുന്ന ഒരേ ഒരു അമല്, ഒന്നിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ഒരുമിച്ച് ചെയ്യപ്പെടുന്ന ഒരു അമലാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. ഹജ്ജ് വലിയൊരു മാനവിക സന്ദേശമാണ് ലോകത്തിന് കൈമാറുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് വലിയൊരു മാനവിക സന്ദേശം. ഇവിടെ എല്ലാവരും തുല്യരാണ്, ഇവിടെ എല്ലാവരും തുല്യരാണ്, ഇവിടെ എല്ലാവരും സമന്മാരാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് നിന്നേക്കാൾ, നിനക്ക് എന്നേക്കാൾ യാതൊരു വിലയുമില്ല. തഖ്വ കൊണ്ടല്ലാതെ, സൂക്ഷ്മത കൊണ്ടല്ലാതെ. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ആണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം. അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഭർത്താവിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ മരുമകൾക്ക് വയറിന് തടിപ്പുണ്ട്, അള്ളാഹു സ്കാനിങ്ങിൽ അത് ഷിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ശിഫാ തരട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങോട്ട് വെച്ചാൽ ഇതിങ്ങനെ ചുളുങ്ങണത് കാണും, ഇങ്ങോട്ട് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെളുത്ത് കാണും. എന്താണിത്? നമ്മുടെ ഫോണിന്റെ കുറവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ലാപ്ടോപ്പ് എടുക്കണം. നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കൂല കേട്ടാ, പേടിക്കണ്ട. അതുകൊണ്ട് പൈസ ചോദിക്കുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ പോവേം വേണ്ട. അള്ളാഹു തആല നമുക്ക് മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ. നമ്മളിലുള്ളവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്ര മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസം. അതിലെ ആദ്യത്തെ 10 ദിനങ്ങൾ വളരെ പുണ്യമുള്ള ദിവസങ്ങളാണ്. ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ വളരെ പുണ്യമുള്ള, വളരെ പവിത്രതയുള്ള, വളരെ അനുഗ്രഹങ്ങളുള്ള 10 ദിവസങ്ങളാണ്. ആ പ്രസ്തുത 10 ദിവസങ്ങളിൽ അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നും അതിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾക്ക് അളവറ്റ പുണ്യമുണ്ടെന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോ പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മൾ വളരെയധികം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാനും നിങ്ങളും കുറച്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ലൈവിലുടനീളം പ്രതിപാദിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാനും ആ മാസത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിലെ അമലുകളൊക്കെ പരിപൂർണമായി ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയെക്കുറിച്ച് ഒരുപാട് മഹാരഥന്മാരും മുത്തുനബിയും അതിന്റെ പോരിശയെ സംബന്ധിച്ചൊക്കെ വിശുദ്ധമായ ഖുർആനും നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഫജ്റിലെ ആദ്യത്തെ ആയത്തുകൾ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, والفجر وليال أشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد.
വൽ ഫജ്ർ വൽ ഫജ്ർ അല്ലാഹു തആല സത്യം ചെയ്തു പറയുകയാണ് വൽ ഫജ്ർ ആ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ അശ്ർ 10 ദിവസങ്ങളെ തന്നെയാണ് സത്യം 10 ദിവസങ്ങളെ തന്നെയാണ് സത്യം മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ പ്രഭാതം എന്നതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പ്രഭാതമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പ്രഭാതമാണ് അല്ലാഹു തആല ഇവിടെ വൽ ഫജ്ർ എന്ന് സത്യം ചെയ്തു പറഞ്ഞത് ആദ്യത്തെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പ്രഭാതത്തിന് തന്നെയാണ് സത്യം എന്നാണ് അല്ലാഹു തആല അവിടെ സത്യം ചെയ്തു പറയുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല വലയാലിൻ അശ്ർ 10 രാത്രികൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് ആദ്യത്തെ 10 ദിനങ്ങളാണ് അപ്പോ ആദ്യത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്രി വൽ ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അപ്പോ മുഫസ്സിരീങ്ങൾ പറയുകയാണ് അല്ലാഹു തആല ഈ വൽ ഫജ്ർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പ്രഭാതമാണ് വലയാലിൻ അശ്ർ എന്നുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ സംബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് ദുൽഹിജ്ജ മാസം ഉൾപ്പെടെ ഏത് മാസപ്പിറവി കാണുമ്പോഴും അത് റമളാനിലെ മാസപ്പിറവിയാണെങ്കിലും റബീഉൽ അവ്വലിലെ മാസപ്പിറവിയാണെങ്കിലും ദുൽഖഅദിന്റെ മാസപ്പിറവിയാണെങ്കിലും ദുൽഹജ്ജിന്റെ മാസപ്പിറവിയാണെങ്കിലും ഏതു മാസപ്പിറവി നിങ്ങൾ കാണുമ്പോഴും കണ്ടെന്ന അറിവ് ലഭിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്ന ഒരു ദുആയുണ്ട് ആ ദുആ ചൊല്ലല് സുന്നത്താണ് അപ്പൊ ദുൽഹിജ്ജ മാസം സമാഗതമായി എന്ന് അറിവ് കിട്ടിയാൽ പിറകണ്ടു എന്ന് അറിവ് കിട്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്ന ഒരു ദുആയുണ്ട് ആ ദുആ ചെയ്യൽ സുന്നത്താണ് ഏതാ ദുആ പേനയും പേപ്പറും എടുക്കാനുള്ളവർ എടുക്കുക എഴുതാനുള്ളവർ എഴുതുക ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേരുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിലേക്ക് ചേരുന്ന ആളുകളിലേക്ക് നമ്മുടെ പിറ കാണുമ്പോൾ ചൊല്ലേണ്ട ദുആയെ സംബന്ധിച്ചിട്ടുള്ള ദുആ ഞാൻ വാട്സപ്പിൽ ഇട്ടുതരും ഗ്രൂപ്പിൽ ഇട്ടുതരും അതെല്ലാവരും പഠിക്കണം ഏതാണ് ആ ദുആ എന്നറിയുമോ ആ ദുആ ചൊല്ലൽ സുന്നത്താണ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വതൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أسألك خير هذا الشهر وأعوذ بك من شر القدر وشر المهشر هلال خير ورشد هلال خير ورشد آمنت بالذي خلقك آمنت بالذي خلقك آمنت بالذي خلقك الحمد لله الذي ذهب بالشهر ذي القعدة وجاء بالشهر ذي الحجة അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഏതു മാസം പിറ കണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാലും ഈ ദുആ ചെയ്യൽ സുന്നത്തുണ്ട് ഈ ദുആ ചെയ്യൽ സുന്നത്തുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ എത്രയെങ്കിലും പറയണം ഏറ്റവും ചുരുങ്ങി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ എങ്ങനെ എഴുതാനുള്ളവർ എഴുതുക പേനയും പേപ്പറും ഒക്കെ നമ്മുടെ മജ്‌ലിസിൽ കൊണ്ടുവരണം എല്ലാ ആളുകളും അപ്പോഴല്ലേ നമുക്ക് എഴുതാം നമ്മൾ കുറെ പഠിക്കണ്ടേ അല്ലാതെ നിങ്ങൾ
നിങ്ങളിങ്ങനെ വഅള് ഇങ്ങനെ കേട്ടുപോയാൽ പോരല്ലോ. നിങ്ങളിങ്ങനെ എഴുതണം, അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാഹ്. ഞാൻ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഈ ദുആ ഇട്ട് തരും. പക്ഷെ അതെല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം, പഠിക്കണം കേട്ടോ. ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ഇനി 2-ാം ദിവസമോ 3-ാം ദിവസമോ കണ്ടാലും ഇത് സുന്നത്തുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസം നിങ്ങൾ പിറ കണ്ടു എന്നറിഞ്ഞാൽ, പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാനിലൊക്കെ ആണല്ലോ നമ്മൾ പിറ കണ്ടോ നമ്മൾ നോക്കിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ശവ്വാലിന്റെ പിറ കണ്ടാ മതി. പെരുന്നാളൊക്കെ വന്നിട്ട് നോമ്പ് ഉറക്കായിരുന്നല്ലോ, പിന്നെ ഭക്ഷണം കഴിക്കായിരുന്നല്ലോ, പെരുന്നാൾ ആഘോഷിക്കാമല്ലോ. അല്ലെങ്കിൽ ചില ആൾക്കാർ റമളാനിന്റെ പിറ കണ്ടെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവർ ഏത് മാസത്തിന്റെ പിറ കണ്ടാലും നിങ്ങൾ ഈ ദുആ പറയണം. ഏത് ദുആ? ആ ദുആയാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് സ്പീഡ് കൂടി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ സമയം കൂടി നമ്മളൊന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് ആക്കുന്നത്. അല്ലാഹു അക്ബർ എഴുതിക്കോ, മലയാളത്തിൽ എഴുതിക്കോ നിങ്ങൾ. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു ബിൽ അംനി അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. ഒന്നും കൂടെ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. അത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പിറ കണ്ടാൽ നിങ്ങൾ ചൊല്ലിയിരിക്കണം. നമുക്ക് ഈ ദുആ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, നമ്മൾ ഫോണിലല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ഫോണിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഞാൻ മുമ്പേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനുള്ളതായിരുന്നു, ഞാൻ മറന്നുപോയി. എന്തായാലും അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം എന്നെങ്കിലും നമ്മൾ ഒരു പിറ കാണുമ്പോൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം സമാഗതമാകാൻ പോകുന്ന ഈ വേളയിൽ ആ മാസപ്പിറവി നിങ്ങൾ കാണുമ്പോ ഈ ദുആ പറയൽ സുന്നത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല ഈ സൂറത്ത് ഈ ദുആ ഓതി കഴിഞ്ഞതിന് ശേഷം തബാറക സൂറത്ത് ഓതുന്നതും സുന്നത്താണ്. ദുൽഹിജ്ജ വരാൻ പോവുകയാണ്, ആരും നഷ്ടപ്പെടുത്തി കളയരുത്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പ്രത്യേകിച്ച് നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ പിറ കാണുമ്പോ ഈ ദുആ പറഞ്ഞതിന് ശേഷം അതുപോലെ സൂറത്തു തബാറക മുൽക്ക്, സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഒരു പിറ കണ്ടാൽ ആദ്യം അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. അതിനുശേഷം സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. അത് സുന്നത്തുണ്ട്. അപ്പോ ഈ തബാറക സൂറത്ത് പിറ കാണുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ഓതേണ്ടത്, പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു തവണ നിങ്ങൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എന്തിനാണെന്നറിയോ? എന്തിനാ? നാളെ ഖബറിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോ ഈ തബാറക സൂറത്ത് ശിപാർശകനായി നമ്മൾ അടുക്കലേക്ക് വരും. കൂട്ടുകാരനായി, നേരം പോക്കുകാരനായി പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ ജുസു സൂറത്തുൽ മുൽക്ക്, 2-ാമത്തെ ജുസു ഇവിടെന്ന് പോകുമ്പോ 2-ാമത്തെ ജുസു, അമ്മ ജുസു കഴിഞ്ഞ് മുൽക്ക് തബാറക ജുസു. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് 29 ആയിരിക്കും അല്ലേ, 28 ആയിരിക്കും. എങ്ങനെയാണെങ്കിലും മുൽക്ക് സൂറത്ത്, ആ സൂറത്ത് പ്രത്യേകമായ സുന്നത്തുണ്ട്, നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യണം. ഖബറിൽ കൂട്ടിന് വേണ്ടേ? നാളെ ഞാനും നിങ്ങളും മരണപ്പെട്ടു പോയാൽ എന്റെയും നിങ്ങളുടെയും മക്കൾ വന്നിട്ട് നമ്മുടെ അടുക്കൽ വന്നൊന്ന് ദുആ ചെയ്യുമെന്ന് വല്ല പ്രതീക്ഷയുമുണ്ടോ? നമുക്ക് വേണ്ടി ഖുർആൻ ഓതിത്തരുമെന്ന് വല്ല പ്രതീക്ഷയുമുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുമെന്ന് വല്ല വിചാരവുമുണ്ടോ? അങ്ങനെയുള്ള മക്കളെ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ
ഈ സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ തബാറക സൂറത്ത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം. എന്നിട്ട് മറ്റു കാര്യങ്ങളിൽ ഇരുന്നാ മതി, എന്നിട്ട് സ്കൂളിൽ പഠിക്കാൻ ഇരുന്നാ മതി, എന്നിട്ട് നിങ്ങൾ മദ്രസയിൽ പഠിക്കാൻ ഇരുന്നാ മതി. മഗ്രിബ് നമസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിഅ നിങ്ങൾ പാരായണം ചെയ്യണം. സൂറത്തുൽ വാഖിഅ, എന്തേ വാഖിഅയുടെ ഗുണം? വാഖിഅയുടെ ഗുണം എന്ന് പറയുന്നത് ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ദാരിദ്ര്യമുണ്ടാവൂല സൂറത്തുൽ വാഖിഅ നിങ്ങൾ പതിവാക്കിയാൽ. പണ്ട് കാലങ്ങളിൽ ഉമ്മമാരൊക്കെ മഗ്രിബാവുമ്പോഴേ ഒളു എടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പേ ഒളു എടുത്തിട്ട് സ്വലാത്തുകൾ ചൊല്ലി മൗലിദുകളും മാലകളും പാടി അവരിങ്ങനെ മുസല്ലയിൽ ഇങ്ങനെ കാത്തിരിക്കും, ബാങ്ക് വിളിക്കട്ടെ നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവര് ദുആ ചെയ്യും, കുറച്ച് സ്വലാത്തുകൾ ചൊല്ലും, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യും, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യും. അതിനുശേഷമേ അവരാ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. ഞാനൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നേരെ കൊല്ലം ജില്ലയിലെ മടത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, നിങ്ങൾക്ക് അറിയായിരിക്കും, കടക്കൽ മടത്തറ. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് വന്നിട്ട് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കടക്കൽ മടത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് വീട്ടിന്റെ താഴെയുള്ള, ഞാൻ വീട്ടിയാപ്പ എന്നാ വിളിക്കുന്നത്, ആ വീട്ടിയാപ്പ കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഈ ഇൽമു പറയാൻ കാരണം. ആ വീട്ടിയാപ്പായും വീട്ടിയുമ്മായും കാരണമാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു തആല ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ വയസ്സായി പ്രായമായി അവര് കാരണമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കാൻ കാരണം. അപ്പോ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങള് വേറെ സ്ഥലത്ത് നിന്ന്, കഥയൊക്കെ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കഥകൾ പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇന്നത്തെ ലൈവില് പറഞ്ഞു തീർക്കേണ്ട കഥകളല്ല. ചില നമ്മുടെ ജാമിദ ടീച്ചർ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഓതാൻ അറിയത്തില്ല, എന്നെ കുറിച്ച് ജാമിദ ടീച്ചർ കുറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറെ ചീത്ത വിളിച്ചിട്ടുണ്ട്, കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തട്ടുകൊടുത്തു എന്നുള്ളത് ശരിയാ. കാരണം അവർ ഇസ്ലാമിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര നാളെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാൻ സഹിക്കാൻ പറ്റത്തില്ല. പ്രവാചകനെ പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മനഃപൂർവ്വം തന്നെ ഒരു തോണ്ട് കൊടുത്തു. പിന്നെ പുള്ളിക്കാരി എനിക്കിട്ട് 2-3 തോണ്ട് തന്നു. അത് തറ എന്ന് പറഞ്ഞാൽ അമ്മാതിരി തറ. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, കിതാബ് അറിയില്ല, മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാന് ഹിന്ദു മതത്തിലായിരുന്നു, പിന്നെ ഇസ്ലാം മതം പഠിച്ചു വന്ന ആളാ. എന്റെ അടുത്താ പറയണത് എനിക്കിതൊന്നും അറിയില്ല. ഖുർആൻ പഠിച്ചു വന്ന ആളാ. എന്റെ അടുത്താണ്. പിന്നെ ഞാൻ ബാക്കവിയായി, അൽഹംദുലില്ലാ. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ പോയി എല്ലാ ഉസ്താദ്മാരും, ബാക്കവി നൗഷാദ് ബാക്കവി, കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി, അങ്ങനെയുള്ള ഉസ്താദ്മാരൊക്കെ പഠിച്ച സ്ഥാപനം ഉണ്ടല്ലോ, നമ്മുടെ ഷംസുൽ ഉലമ, EK ഷംസുൽ ഉലമ സമസ്തയുടെ നേതാവ് സയ്യിദ് EK ഷംസുൽ ഉലമ പഠിച്ച സ്ഥാപനം, കാന്തപുരം അബൂബക്കർ ഉസ്താദ് പഠിച്ച സ്ഥാപനം. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, എന്റെ സീനിയറാണ് അവരൊക്കെ. നമ്മുടെ ബാക്കവിമാരുടെ സീനിയറാണ് അവരൊക്കെ. കാന്തപുരം ഉസ്താദും EK ഷംസുൽ ഉലമ, ഇവിടുത്തെ AP സമസ്തയുടെ സ്ഥാപകരും EK സമസ്തയുടെ സ്ഥാപകരും ഒക്കെ ബാക്കവിമാരാണ്. അതുകൊണ്ട് തന്നെ ബാക്കവിക്ക് എല്ലായിടത്തും സ്വീകാര്യതയുണ്ട്. അവിടെ പോയി ഞാൻ ബാക്കവി എടുത്തു, ഞാൻ പഠിച്ചു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത്തരം ഇൽമും ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരെന്നറിയോ? ജനിച്ചപ്പോഴേ മുസ്ലിമായിട്ടല്ലേ, ജനിച്ചപ്പോഴേ മുസ്ലിമിന്റെ കുടുംബത്തിൽ നിന്നല്ലേ. അങ്ങനെ വന്ന ആളുകളല്ലേ. പിന്നെ എന്തേ നിങ്ങൾക്ക് മടി നിസ്കരിക്കാൻ? എന്തേ നിങ്ങൾക്ക് മടി ഖുർആൻ ഓതാൻ? എന്തേ നിങ്ങൾക്ക് മടി മറ്റു അമലുകൾ ചെയ്യാൻ? ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ ഒരുപാട് ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളുണ്ട്. അതിനേക്കാൾ ഇരട്ടി 10 മടങ്ങായിട്ട് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ മറച്ചു പിടിച്ചിട്ടാണ്, വക്രീകരിച്ചിട്ടാണ്, വളച്ചൊടിച്ചിട്ടാണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെയും ചർച്ചകൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാ,
എനിക്ക് എൻ്റെ ഉമ്മാക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടി. പക്ഷെ നമ്മൾ ആലോചിക്കണം, എത്ര പേരാണ് കിട്ടിയ അവസരങ്ങൾ പലതും നഷ്ടപ്പെടുത്തി കളയുന്നത്. നിങ്ങളെപ്പോലത്തെ എത്ര ആളുകളെ കണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ പല ആളുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് വരുന്നത്. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് തരട്ടെ. ഹിദായത്ത് എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ആ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയ പിന്നെ പടച്ചതമ്പുരാൻ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ്. അസ്കർ അലിക്ക് പറ്റിപ്പോയതാ. ജാമിദയ്ക്കും ജസിലയ്ക്കും അലിയാക്കത്തലിക്കും ഹാരിസ് ഹുസൈൻ തെരുവത്തിനും അതുപോലെ അലി ഹംസൻ രാമ അക്ബർ അവർക്കൊക്കെ പിഴച്ചുപോയി. അള്ളാന്റെ തീരുമാനമാണ്. ഇഖ്തിയാർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവർക്കില്ല. ബുദ്ധി വേണ്ടേ ചിന്തിക്കാൻ? ഇത് ചിലപ്പോ ഇബ്ലീസ് പിഴച്ചു പോയില്ലേ, പിന്നെ അതിലേക്കാളും വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് മുഅ്മിനീങ്ങളെ. ഹിന്ദു മതത്തിൽ നിന്നും വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ധൈര്യമായിട്ട് സന്തോഷത്തോടെ 101% എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നും അത് പരിശുദ്ധം തന്നെയാണ്, സമാധാനത്തിന്റെ മതം തന്നെയാണ്. ഇവിടെ കൊല്ലാൻ പഠിപ്പിക്കുന്നത് പറഞ്ഞു പരത്തുകയാണ്. ഇവിടെ കൊല്ലാൻ പഠിപ്പിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകുന്നവരെ കൊല്ലുന്നു, എന്തൊക്കെ ആരോപണങ്ങളൊക്കെ പറയാം. പക്ഷെ അപ്പോഴൊക്കെ ഇസ്ലാം വളർന്നിട്ടേ ഉള്ളൂ. നരേന്ദ്രമോദി UAE സന്ദർശിക്കാൻ വേണ്ടി ഇപ്പൊ പോയിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ അടുത്ത സമയത്തല്ലേ പ്രവാചക നിന്ന് നടന്നത്. വേണമെങ്കിൽ UAE ഭരണാധികാരികൾക്ക് നിങ്ങൾ UAE വരണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നിരസിക്കാം, സ്വീകരണം കൊടുക്കാതിരിക്കാം, വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തായിരുന്നു. എന്തേ ചെയ്തില്ല? അമ്പലം പണിയാൻ സ്ഥലം കൊടുത്തു സൗദി അറേബ്യ. ഇങ്ങനെ ലോകമെമ്പാടും ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു ലൈവ് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ. അപ്പോ ഇസ്ലാം സ്വീകരിച്ച എന്നെയാണ് നമ്മുടെ ജാമിദ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. ഉസ്താദിന് ഹദീസ് അറിയില്ല, ഉസ്താദിന് ഖുർആൻ പഠിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ബാക്കവി വെറുതെ കിട്ടിയതല്ലേ, എനിക്ക് വെറുതെ കിട്ടിയതാണ്. ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു തആല ഇങ്ങനെ ഇറക്കി തന്നതാണ്. ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കണം. കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് മുഅ്മിനീങ്ങളെ. നഷ്ടപ്പെടുത്തി കളയരുത് ഒരവസരവും, നഷ്ടപ്പെടുത്തി കളയരുത് ഈ ഭാഗ്യം. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. മുസ്ലിമായി ജീവിച്ച ആ പല ആളുകളും മരിക്കുന്ന സമയത്ത് കാഫിറായിട്ടാണ് മരിക്കുന്നത്. പല കാഴ്ചകളും പല സംഭവങ്ങളും നമുക്ക് സാക്ഷികളാണ്, അനുഭവസ്ഥരാണ് നമ്മളൊക്കെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ, ഇഖ്ലാസ് തരട്ടെ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. എപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ വലിയ തങ്ങളല്ല, ഞാൻ വലിയ സാത്വികനല്ല, ഞാൻ വലിയ ആലിമല്ല, ഞാൻ വലിയ പണ്ഡിതനല്ല, എന്റെ ദുആക്ക് മാത്രമേ ഉത്തരം കിട്ടൂ എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. നമ്മളൊക്കെ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. പടച്ചതമ്പുരാനോട് നമ്മൾ നിങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി അവർ ആമീൻ പറയുന്നു. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഈ മജ്ലിസ് കൊണ്ട് ഉപകാരമുണ്ട്, അതുപോലെ തന്നെ ഫലമുണ്ട്, സമാധാനമുണ്ട്, ഖൈറുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും നിങ്ങൾ പങ്കെടുക്കുന്നതിന്റെ കാരണം എന്താ? വെറുതെ അല്ലല്ലോ. ചുമ്മാ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പണികളുണ്ട്, വേറെ എന്തൊക്കെ ജോലികളുണ്ട്, അതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ഒരു മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഈ മജ്ലിസിലൂടെ ഉണ്ടാകുന്നുണ്ട്, പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്, ഈമാൻ വർദ്ധിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്, നല്ല അമലുകൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, നല്ല മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, തെറ്റിപ്പോയ പാകപ്പിഴവുകളൊക്കെ ഒന്ന് തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ? അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇറങ്ങിപ്പോയി, ഒരുപാട് മാറിപ്പോയി. എന്തായാലും നിങ്ങൾക്ക് ഒത്തിരിയെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ആ പെണ്ണും പിള്ളയാണെങ്കിൽ വായെടുത്താൽ തെറിയല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കാനല്ലാതെ വായറക്കൂല. അങ്ങനത്തെ ഒരു സാധനം. അവര് മാത്രമല്ല, പല ആളുകളും. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം ഈമാൻ.
വിശ്വാസം. അത് നമ്മൾ കളഞ്ഞു കുളിക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു ഹിന്ദു മതത്തിൽ നിന്നും കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു, 100% പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നും അതൊരു പത്തരമാറ്റത്തെ തങ്കമാണ്, തനി തങ്കമാണ്. നിങ്ങൾ മുറുകെ പിടിച്ചോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ ഉച്ചത്തിൽ ഉറക്കെ സധൈര്യം നിങ്ങൾ പറഞ്ഞു, സധൈര്യം നിങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. സധൈര്യം നിങ്ങൾ പറഞ്ഞു. ആരെയും പേടിക്കണ്ട, ആരെയും ഭയക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു തരും. പക്ഷേ അള്ളാഹു പറയുന്നൊരു ഡിമാൻഡുണ്ട്. എന്താണ് ഡിമാൻഡ്? നീ മുഅ്മിനാകണം, വിശ്വാസിയാകണം. നീ വിശ്വാസിയാകണം എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് നമ്മൾ പൊളിച്ചു കളയുമ്പോഴാണ് പടച്ചോ നമ്മുടെ ദുആ തട്ടണം. കുറച്ചുകൂടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ അവിടെ കിടക്കട്ടെ, നിന്റെ കാര്യം ഞാനൊന്ന് പരിഗണിക്കാം. നമ്മളിപ്പോൾ മന്ത്രിയുടെ അടുത്ത് പോയിട്ടോ MLA അടുത്ത് പോയിട്ടോ വാർഡ് മെമ്പറിന്റെ അടുത്ത് പോയിട്ടോ പെട്ടെന്നൊരു കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ കൈക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പടച്ച തമ്പുരാന്റെ അടുക്കൽ സ്വാധീനം കിട്ടണമെങ്കിൽ, പടച്ച തമ്പുരാന്റെ അടുക്കൽ പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ പടച്ചവൻ പറഞ്ഞത് കേൾക്കണം. അള്ളാഹു പറഞ്ഞത് കേൾക്കണം. അള്ളാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. യഥാർത്ഥ വിശ്വാസികളിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിയ്യത്തുകളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീ തീർത്തു തരണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുണ്ട് റബ്ബേ, നീ ശിഫാ നൽകണേ അല്ലാഹ്. മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. കീറിമുറിക്കപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അപകടങ്ങൾ തരല്ലേ അല്ലാഹ്, അപകട മരണങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ, വിശിഷ്യ ഈ ഹിദായത്തുൽ അൻവാർ എന്ന് പറയുന്ന അനുഗ്രഹീതമായ മജ്‌ലിസിൽ പങ്കെടുത്തിരിക്കുന്ന 800ഓളം വരുന്ന നാളിന്ന് വരെയായി ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ, ആരെല്ലാം ഇതിൽ പ്രാതിനിധ്യം അറിയിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, നിഅമത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, ഹിഫാദത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കച്ചവടങ്ങളിലെല്ലാം നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. നിങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സിലായില്ലേ? 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മറ്റെല്ലാ ജോലികളും മാറ്റി വെച്ചുകൊണ്ട് ഉസ്താദിന്റെ മജ്‌ലിസിൽ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ജീവിതത്തിൽ പകർത്താൻ. തബാറക സൂറത്ത് ഓതാൻ പറഞ്ഞു, വാഖിയ സൂറത്ത് ഓതാൻ പറഞ്ഞു, അതുപോലെ തന്നെ പിറ കാണുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ മുഅ്മിനാണെങ്കിൽ മറ്റൊരു മനുഷ്യനെ നിങ്ങൾ നോട്ടം കൊണ്ടുപോലും നിങ്ങൾ വേദനിപ്പിക്കരുത്. നമ്മളെ ചീത്ത വിളിക്കുന്ന ആളുകളെ നമുക്ക് അതേ അളവിൽ തന്നെ എന്ത് ചെയ്യാം, തിരിച്ച് ചീത്ത വിളിക്കാനുള്ള അവകാശമുണ്ട് ഇസ്ലാമിൽ. മനസ്സിലായില്ലേ? എന്നാലും സൂക്ഷ്മത പുലർത്തലാണ് നല്ലത്. സൂക്ഷ്മത പുലർത്തി ജീവിക്കലാണ് നല്ലത്. ചീത്ത വിളിക്കാതിരിക്കലാണ് നല്ലത്. നിന്റെ വാപ്പാടെ തല എന്ന് പറഞ്ഞ ഒരുത്തൻ നമ്മളെ ചീത്ത വിളിച്ചു. ചീത്തയൊന്നും അല്ല ആ വാക്ക്, എന്നാലും സമൂഹത്തിലൊക്കെ ആ എന്ന് പറയുന്ന അത് ചീത്തയായിട്ടാണ് പലരും പരിഗണിക്കുന്നത്. അതേ അളവിൽ തന്നെ ഒട്ടും കുറയാതെ അതേ അളവിൽ നമുക്ക് വീണ്ടും നിന്റെ ആപ്പാട അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അവിടെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അപ്പോഴും സൂക്ഷ്മത പുലർത്തലാണ് നല്ലത്. മുഅ്മിനീങ്ങളെ,
ഒരാളെ നമ്മൾ വേദനിപ്പിക്കരുത്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ പത്തരമാറ്റത്ത മുഅ്മിനായിട്ട് നിങ്ങൾ ജീവിച്ചാൽ അതാണ് അള്ളാഹു പറയുന്ന ഡിമാൻഡ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഖൈറാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒക്കെ നിങ്ങളുടെ അടുത്ത് പടച്ച തമ്പുരാൻ കൊണ്ടെത്തിച്ച് തരും തരും തരും. 100% ഉറപ്പ്. അനുഭവസ്ഥര് നമ്മുടെ മജ്‌ലിസിലുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? വലിയ വലിയ അപകടങ്ങൾ വന്നിട്ട് കാണുന്ന ആളുകൾ പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ്, വലിയൊരു അപകടം, ജീവിച്ചിരിപ്പുണ്ടാന്തോ ആള് ജീവിച്ചിരിപ്പുണ്ടാ മരിച്ചോന്തോ, കാരണം കണ്ടാ തോന്നും മരിച്ചു പോവുകയെന്ന്. പക്ഷേ ഒരാപത്തും വരുത്താതെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടാകും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇബ്ലീസൊക്കെ മനസ്സിലാക്കണം, ഞാൻ ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന വ്യക്തി, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന വ്യക്തി, മനസ്സിലായില്ലേ? സുഖമാണ്, PhDയും MHDയും ഒക്കെ ഉണ്ടല്ലോ, പറയാനൊക്കെ നല്ല എളുപ്പമാണ്. നിങ്ങളുടെ കൂട്ടുകാരിക്കൊക്കെ നമ്മുടെ മജ്‌ലിസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ കേട്ടോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ ചൊറിയാൻ നിന്നാൽ നമ്മൾ കയറി അങ്ങ് മാന്തും. ലൈവാണ്, ഇത് അനുഗ്രഹീതമായ ഒരു മജ്‌ലിസാണ്. നമ്മൾ മറ്റു വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇബ്ലീസിനും അതുപോലെ തന്നെ കൂട്ടാളികളും ഒക്കെ നമുക്ക് തരാം. അല്ലാഹു തആല ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. മാസം കണ്ടിട്ടില്ല, ഇൻഷാ അല്ലാഹ് പെറ കണ്ടിട്ടില്ല. അപ്പോ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ദിവസങ്ങളില്ല. അപ്പോ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. അമലുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് ആദ്യത്തെ 10 ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹീതമാക്കണം. യുദ്ധം നിഷിദ്ധമായ മാസമാണ് കടന്നു വരാൻ പോകുന്നത്. ദുആകൾക്ക് ഉത്തരം കിട്ടുന്ന അനുഗ്രഹീതമായ മാസം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ഖൈറും തന്ന് അനുഗ്രഹിക്കട്ടെ. അർബിൻ വിളിച്ച മാഷാ അല്ലാഹ് ഷാഫി ഉസ്താദ്, ഷാഫി ഫൈസി ഉസ്താദ് എക്കാപ്പറമ്പിൽ, ഇൻഷാ അല്ലാഹ് കമന്റ് ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരുപാട് ആളുകൾ ഒരുപാട് വസിയത്തുകളുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്ര വയസ്സിലാണ് മതം മാറിയത്? 8 വയസ്സിൽ. പിന്നെ പഠിക്കാൻ പോയി, വാക്കവി എടുത്തു. അൽഹംദുലില്ലാ 10-15 വർഷം പഠിച്ചു, ഇൽമു പഠിച്ചു, പഠിക്കേണ്ടതുപോലെ പഠിച്ചു. അസ്കർ അലി പഠിച്ചതുപോലെയല്ല. അസ്കർ അലി ഓതിയിട്ടില്ല, അസ്കർ അലി ഓടേ ചെയ്തു. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോ അങ്ങനത്തോളം അനുഗ്രഹീതമായ ദുൽഹിജ്ജ മാസത്തിന്റെ അനുഗ്രഹീതമായ 10 ദിനങ്ങളിൽ ചെയ്യേണ്ട പഞ്ചകർമ്മങ്ങളെ സംബന്ധിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആദ്യ 10 പഞ്ചകർമ്മങ്ങൾ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പഞ്ചകർമ്മങ്ങൾ അത് ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. സൂറത്തുൽ ഫജ്ർ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുന്ന സൂറത്ത് പ്രത്യേകം സുന്നത്താണ്. അത് പതിവായി ഓതൽ. 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതും സുന്നത്താണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അറിയാടോ? ചില ആളുകൾക്ക് അറിയാന്നേ. ചില ആൾക്കാർക്ക് 6 വയസ്സായി 7 വയസ്സായാലും 18 വയസ്സിന്റെ മെച്യൂരിറ്റി ആയെന്ന് നമ്മൾ പറയാന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ വെറുതെ അല്ല. കുഞ്ഞുനാളിലെ അവന്റെ പ്രായവും അവന്റെ വയസ്സും അവന്റെ പക്വതയും അവന്റെ പാകതയും ഒക്കെ കണ്ടിട്ട് നമ്മൾ പറയും വയസ്സ് കുറവാണെങ്കിലും അവന്റെ മെച്യൂരിറ്റി ഉണ്ട്.
അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ വൽ ഫജ്ർ, സൂറത്തുൽ ഫജ്ർ ഓതുന്നത് പ്രത്യേകം സുന്നത്താണ്. 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതും സുന്നത്താണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ നാം ചെയ്യേണ്ട ഒരു അമല്. രണ്ടാമത്തേതോ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ദാനധർമ്മങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം. അത് പ്രത്യേകമായ സുന്നത്താണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത ലഭിക്കുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുണ്ടെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇബ്ലീസും പഠിക്കട്ടെ, അവരിലൂടെ ദീനിന്റെ പ്രചാരണം നടക്കട്ടെ. ഒന്നും ചെയ്യണം. എല്ലാ മജ്‌ലിസിലും ഉണ്ടാവും ഇതുപോലെ പാഷാണത്തിൽ കൃമികൾ. അവർ പഠിക്കട്ടെ, അവർ മനസ്സിലാവട്ടെ. തെറ്റിദ്ധാരണകൾ അതിലൂടെയെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റട്ടെ. എടോ 8 വയസ്സിൽ പഠിച്ചു എന്നല്ല, 8 വയസ്സിൽ നമ്മൾ കോളേജുകളിൽ പോയി 10ഉം 18ഉം 16ഉം 17ഉം 20ഉം 25ഉം വയസ്സ് വരെയൊക്കെ നമ്മളിത് പഠിച്ചല്ലേ. ഇപ്പോഴും നമുക്ക് ബുദ്ധിയില്ലാത്തോണ്ടാ? നിനക്കാ ബുദ്ധിയില്ലാത്തത്. അല്ലാഹു തആല ഈമാൻ തരട്ടെ. പൊന്നെ ഹബീബെ, നമ്മളെ വെറുതെ വിട്ടേരെ. ഞാൻ നിങ്ങളെ ചൊറിയാനും വരുന്നില്ല, മാന്താനും വരുന്നില്ല. അല്ലാഹു ഇബ്ലീസിന് എപ്പോഴും പുറത്താണല്ലോ സ്ഥാനം. പുറത്ത് നിൽക്കും, കടക്ക് പുറത്ത്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. എന്തായാലും പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ. ഇതിലൂടെ എങ്കിലും പഠിച്ചിട്ട് മാറണമെങ്കിൽ മാറട്ടെ. നല്ലത് തന്നെ. അവിടെ കൂട്ടത്തിൽ ഒരു എണ്ണം കടന്നോട്ടെ. നല്ലത് തന്നെ. അല്ലാഹു തആല ഈമാൻ തരട്ടെ. ഇനി ദുൽഹിജ്ജ മാസത്തിലെ റമളാൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾക്ക് ശ്രേഷ്ഠത കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം, ദുൽഹിജ്ജ മാസം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫജ്ർ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സ്വതക്കകൾ ധാരാളം ചെയ്യണം. പാവങ്ങൾക്ക്, സാധുക്കൾക്ക്, യതീമുകൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക്, ഒരാശ്രയവും അഭയവുമില്ലാത്ത ആളുകൾക്ക്, വിവാഹങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് അവരൊക്കെ നിങ്ങൾ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സഹായിക്കണം. റമളാനിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ദാനധർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് ഈ മാസത്തിലാണ്, ദുൽഹിജ്ജ മാസത്തിലാണ്. പോവല്ലേ ഇബ്ലീസ്, പോവല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചൊറിച്ചിൽ വരും. പോവല്ലേ? ഇതുകൂടെ കേട്ടിട്ട് പോണേ. ഈ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമാണ്. നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമാണ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമുള്ളതാണ്. പ്രസ്തുത ദിവസങ്ങളിലെ ഒരു നോമ്പ് ഒരു വർഷത്തെ നോമ്പിന് സമാനമാണെന്ന് ഹദീസുകളിലുണ്ട്. ഖളാ ആയ നോമ്പുണ്ടെങ്കിൽ അതുകൂടി കരുതിയാൽ 2 പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒന്ന് ഖളാ ആയി പോയ നോമ്പിന്റെ പ്രതിഫലം, ഒന്ന് ഈ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പോയി കൂട്ടിനൊക്കെ ആളെ വിളിച്ചോണ്ട് വാ. നമ്മുടെ കമന്റിൽ ഇങ്ങനെ എന്ത് ചെയ്യാ? നമ്മളെങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക, നമ്മളിട്ട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക. കൂട്ടത്തില് ആളുകളുണ്ടെങ്കിൽ വിളിച്ചോണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് PhD ഒക്കെ കിട്ടിയതല്ലേ, നമുക്കിവിടെ ഒരു സന്നദ്ധാന സമ്മേളനമൊക്കെ സംഘടിപ്പിക്കാം. അപ്പോ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമുള്ളതാണ്. പ്രസ്തുത ദിവസങ്ങളിലെ ഒരു നോമ്പ് ഒരു വർഷത്തെ നോമ്പിന് സമാനമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റമളാനിൽ ഏതെങ്കിലും നോമ്പുകൾ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ ഖളാ ആയ നോമ്പും കൂടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പെടുത്താൽ 2ന്റെ പ്രതിഫലം കിട്ടും. 2 പ്രതിഫലം കിട്ടും. ഒന്ന് ഈ സുന്നത്ത് നോമ്പെടുക്കുന്നതിന്റെ പ്രതിഫലം, മറ്റൊന്ന് ഖളാ കിട്ടുന്നതിന്റെ പ്രതിഫലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മറ്റൊന്ന് തക്ബീറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. തക്ബീർ നിങ്ങൾ ദുൽഹിജ്ജ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളം ചൊല്ലണം. ദുൽഹിജ്ജ 1 മുതൽ പെരുന്നാൾ ദിവസത്തെ മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവയിലെ ഏത് പ്രായത്തിലുള്ള മൃഗത്തെ കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് ഒറ്റത്തവണ പറയുന്നത് സുന്നത്താണ്. ആ വർഷം ബലിയെറുക്കാനുള്ള മൃഗത്തെ കാണുമ്പോൾ മാത്രമല്ല, ആ ദുൽഹിജ്ജ മാസത്തിലെ ഏത് മൃഗത്തിനെ നിങ്ങൾ കണ്ടാലും ഈ തക്ബീർ ചൊല്ലല് പ്രത്യേകം സുന്നത്താണ്. ബലിപെരുന്നാളിന്റെ മഗ്രിബിന് ശേഷം തക്ബീർ ചൊല്ലല് പ്രത്യേകം സുന്നത്തില്ല. ഉച്ചത്തിലാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഏതുപോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദുൽഹിജ്ജ 1 മുതൽ പെരുന്നാൾ ദിവസം വരെ ഈ തക്ബീർ ചൊല്ലല് സുന്നത്താണ്. മൃഗങ്ങളെ കാണുമ്പോൾ ഏത് മൃഗങ്ങളെ കണ്ടാലും ചൊല്ലല് സുന്നത്താണ്. ഇച്ചിരി ഒച്ചയ്ക്ക് ചൊല്ലല് സുന്നത്താണ്. മറന്നുപോകരുത്. ദുൽഹിജ്ജ മാസം സമാഗതമാകാനിരിക്കുന്ന ഈ വേളയിൽ തക്ബീർ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ്. ഇനി ബലിപെരുന്നാളിന്റെ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ അത് നിർവഹിക്കുന്നതുവരെ തന്റെ ശരീരത്തിലെ നഖം, മുടി, രോമം, രക്തം തുടങ്ങിയവ ഒന്നും നീക്കം ചെയ്യരുത്. അത് കറാഹത്താണ്. ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ അത് നിർവഹിക്കുന്നത് വരെ ശരീരത്തിലുള്ള നഖം, മുടി, രോമം, രക്തം തുടങ്ങിയവ ഒന്നും ചെയ്യരുത്, നീക്കം ചെയ്യരുത്. അത് കറാഹത്താണ്, ഹറാമാണെന്ന അഭിപ്രായവുമുണ്ട്. എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ, ഒരു അത്യാവശ്യമുണ്ട്, ഡോക്ടർ പറയുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യമായ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം? പഠിക്കുന്നത് കൊണ്ട്, നീക്കം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ആ മൃഗത്തിനെ അറുക്കുന്നത് വരെ തന്റെ ശരീരത്തിലുള്ള നഖം, മുടി, രോമം, രക്തം തുടങ്ങിയവയൊന്നും നീക്കം ചെയ്യരുത്. അതിന്റെ കാരണം ഇവകൾക്കൊക്കെ, ഈ ഓരോ രോമങ്ങൾക്ക് പോലും പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട് പടച്ചതമ്പുരാൻ. ഉളുഹിയത്ത് അറുക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോമങ്ങൾക്കും, രോമകൂപങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട്. പാപപൂർത്തി അല്ലാഹു തരുന്നുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇതിങ്ങനെ മുറിച്ചു കളഞ്ഞാൽ. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇബ്ലീസ് പോയോ? നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഇബ്ലീസ് പോയോ? ദുൽഹിജ്ജ 1 ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെയോ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ, 10 തവണ ചൊല്ലിയാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. കേട്ടുപഠിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദദ്ദുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദ അംവാജിൽ ബുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദൻ നബാതി വശജർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദൽ ഖത്രി വൽ മത്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദ ലംഇൽ ഉയൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറും മിമ്മാ യജ്മഊൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മിൻ യൗമിനാ ഹാദാ ഇലാ യൗമി യുൻഫഖു ഫിസ്സൂർ. ദുആ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഈ ദുആ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പടച്ച തമ്പുരാൻ പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഈ ദുആ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടും. ഇൻഷാ അല്ലാഹ് അതെല്ലാവരും എടുത്ത് ബുക്കിൽ എഴുതി പഠിക്കണം. കേട്ടാ? അല്ലാഹു തആല
നമുക്ക് തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. തുമ്മൽ വിട്ടുമാറാത്ത തുമ്മൽ അല്ലാഹു തആല ശിഫാ തരട്ടെ. അലർജി അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹു തആല അലർജി സംബന്ധമായ അസുഖം അല്ലാഹു തആല ശിഫാ തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു ശിഫാ തരട്ടെ. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു തആല കാവൽ നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ അല്ലാഹു വീട്ടി തരട്ടെ. ഈ ലൈവ് 1000-ഓളം വരുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ 90% വരുന്ന ആളുകൾക്കും കടങ്ങളുണ്ടാകും. 90% വരുന്ന ആളുകൾക്കും കടങ്ങളുണ്ടാകും. ആ കടം വീട്ടാൻ, ആ കടങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ കഴിയുന്നത്ര ഇനി പറയാൻ പോകുന്ന ദുആ നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലിയാൽ ആ മനുഷ്യന്റെ കടങ്ങൾ അല്ലാഹു തആല വീട്ടി തരുന്നതാണ്. അല്ലാഹു തആല വീട്ടി തരും. ദുൽഹിജ്ജ 1 മുതൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ കഴിയുന്നത്ര ഞാൻ ഇനി പറയാൻ പോകുന്ന ദുആ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു തആല വീട്ടി തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറാട് ആ ദുആ അറിയുമോ? അല്ലാഹുമ്മ ഫറജകൽ കരീബ്, അല്ലാഹുമ്മ സിത്രകൽ ഹസീൻ, അല്ലാഹുമ്മ മഅറൂഫകൽ ഖദീം, അല്ലാഹുമ്മ അവാഇദൽ ഹസന الحسن الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم. ഇതുവാ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾക്ക് പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഈ ദുആ നിങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ കഴിയുന്നത്ര നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലിയാൽ നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടി തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫജ്ർ നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളം ഓതണം. സൂറത്തുൽ ഇഖ്ലാസ് 200 തവണയെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണം. ദുൽഹിജ്ജ മാസത്തില് റമളാനിന് ശേഷം സദഖയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മാസമാണ്. ആ മാസത്തിൽ നിങ്ങൾ ധാരാളം സദഖ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 9-10 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് അറഫ ദിവസത്തിലെ നോമ്പ് ശക്തിമത്തായ സുന്നത്താണ്. ആ നോമ്പെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ നോമ്പെടുക്കുമ്പോൾ എന്തെങ്കിലും നോമ്പുകൾ ഖളായി പോയിട്ടുണ്ടെങ്കിൽ ആ നിയ്യത്തുകളും കൂടെ നിങ്ങൾ ചെയ്യണം. റമളാനിൽ എനിക്ക് ഇന്ന ദിവസം നഷ്ടപ്പെട്ടു പോയ റമളാനിന്റെ നോമ്പിനെ ഞാൻ ഖളാ വീട്ടുന്നു എന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ അതിന്റെ ആ നോമ്പിന്റെ പ്രതിഫലവും കൂടി ഇതിനകത്തൂടെ ചേരും. അപ്പൊ ആ നോമ്പുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഖളാ വീട്ടണം. പിന്നെയോ തക്ബീർ നിങ്ങൾ ധാരാളം ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് 7907010811. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ പ്ലീസ് ആഡ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ജോയിൻ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ ശരീരത്തിലുള്ള നഖം, മുടി, രോമം, രക്തം ഇവയൊന്നും എന്ത് ചെയ്യരുത്? കളയരുത്. ബലി അറുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? നീക്കം ചെയ്യാവൂ. പ്രതിഫലം ബാങ്കിൽ വരും ഇൻഷാ അല്ലാഹ്. ബാങ്കിലൊക്കെ വരും. നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു തആല ചേർത്ത് തരും ഇൻഷാ അല്ലാഹ്. ലിങ്ക് ഇങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. പ്രതിഫലം അങ്ങോട്ട് വരും. നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ വരത്തില്ല.
ഇബ്ലീസ് വീണ്ടും എത്തിയിട്ടുണ്ട്. നന്നായി. നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാനലിന്റെ റീച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയുന്നതൊക്കെ നല്ലത് തന്നെ, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല സംസാരം, മാഷാ അല്ലാഹ് ട്ടാ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എൻ്റെ മോളുടെ കല്യാണമാണ്, ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, തടസ്സങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ, എല്ലാ കുറവുകളും അള്ളാഹു പരിഹരിക്കട്ടെ. എൻ്റെ മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ, എല്ലാവിധ നിഅമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ ഖൈറാത്തുകളും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് സ്വാലിഹായ മക്കളെ അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അനുസരിക്കുന്ന മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പ്രവേശനം അള്ളാഹു എളുപ്പമാക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കിഡ്നി ചുരുക്കമാണ്, എളുപ്പം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, കിഡ്നി സംബന്ധമായി വിഷമം അനുഭവിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ രോഗത്തിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, ആജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, മകളുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. തൈറോയിഡിന്റെ അസുഖത്തിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ആജിലായ കാമിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ. അള്ളാഹു സ്ഥലം മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എളുപ്പമാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ, എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ. അള്ളാഹുവേ, എന്റെ മകന്റെ കല്യാണം എത്രയും പെട്ടെന്ന് ശരിയാകാൻ റബ്ബേ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹു 21 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഫലപ്രദമായ മരുന്നുകളെ നീ തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ ചികിത്സകളൊക്കെ നീ ഫലപ്രദമാക്കണേ അല്ലാ. അള്ളാഹുവേ, സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അള്ളാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഒന്നുകിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതുവഴി ലിങ്കിൽ ജോയിൻ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ കാണുന്നുണ്ടല്ലോ താഴെ, 7907100811. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ മതി, ഇൻഷാ അല്ലാഹ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ. 3 ഫാത്തിഹ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതണം. 3 ഫാത്തിഹ ഓതണം. എന്റെ മകളുടെ ശമ്പളം 4 മാസമായി കിട്ടാതെ കിടക്കുകയാണ്. അല്ലാഹു തആല ആ ബുദ്ധിമുട്ട് മാറ്റി തരട്ടെ. അല്ലാഹു തആല ശമ്പള വർധനവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ശമ്പളം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതിനുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കട്ടെ. അല്ലാഹു എല്ലാ തടസ്സങ്ങളും മാറ്റി തരട്ടെ. 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. റബ്ബേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. അവരുടെ കുറവുകളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. അവരുടെ ന്യൂനതകളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ അല്ലാ. മകന്റെയും മകളുടെയും വിവാഹം എത്രയും പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. ജീവിതത്തിൽ എല്ലാ ബറക്കത്തും നൽകണേ അല്ലാ. ഗൾഫിൽ പോക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവിനുള്ള സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാത്തിലും നീ ഖൈർ നൽകണേ അല്ലാ. ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് സാദ്, അതിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവിധ നിഅമത്തുകളും നീ കൊടുക്കണേ അല്ലാ. എല്ലാവിധ സംരക്ഷണവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, +1 ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. പഠന പുരോഗതി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പഠന പുരോഗതി കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. മക്കളെ കൊണ്ട് വേദനിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. വിസ അടിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. ഗൾഫ് യാത്രകളിൽ തടസ്സങ്ങൾ വരുത്തല്ലേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ അല്ലാ. അവിടെ ജോലികളിലെല്ലാം നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലലില്ലാത്ത പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത കുടുംബങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ സമാധാനം കൊടുക്കണേ അല്ലാ. താത്തായുടെ അസുഖങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. മകളുടെ എല്ലാ ടെൻഷനും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹു 7 വർഷമായി മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് റബ്ബേ മക്കളില്ലെന്ന് പറയുന്നു. നീയാണ് സന്താന സൗഭാഗ്യം കൊടുക്കുന്നത്. റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കണേ അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. MICയിലുള്ള ഒരു കുട്ടി അപകടം പറ്റി വിഷമത്തിലാണ്. നീ അജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹു അപകട നില തരണം ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. പരസ്പര ചേർച്ചകൾ കൊടുക്കണേ അല്ലാ. പരസ്പര സ്നേഹങ്ങൾ കൊടുക്കണേ അല്ലാ. ഐക്യം കൊടുക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവിടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവിടെ ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവിടെ കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ അല്ലാ. അവിടെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവിടെ സമ്പത്തിൽ നീ വർധനവ് കൊടുക്കണേ അല്ലാ. എല്ലാ ഖൈറുകളും നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പേര് പ്രതീക്ഷയോടെയാണ് ദുആ വസിയത്ത് ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ദുആ വസിയത്ത് ചെയ്യുന്നത്. റബ്ബേ അല്ലാഹുവേ അവരുടെ പ്രതീക്ഷകളൊന്നും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. പ്രതീക്ഷകളൊന്നും റബ്ബേ നീ പാഴാക്കല്ലേ അല്ലാ. അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. രോഗികളായി കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വീടുകളിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ആജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ. താമായ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ വാൽവ് സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട്, സോറിയാസിസ് ഉള്ളവരുണ്ട്, അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ ആമാശയ രോഗങ്ങളുള്ളവരുണ്ട്, പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ. നല്ല സൽസ്വഭാവികളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആബിദ് മകന് നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. വഴിപിഴച്ചവരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നരകത്തിന്റെ അവകാശികൾ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അപകടങ്ങൾ തരല്ലേ അല്ലാ. അപകട മരണങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. എല്ലാവരും 3 ഫാത്തിഹ ഓതണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 2 അംബിയാ മുർസലീങ്ങൾ, സ്വഹാബാക്കൾ, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഔലിയാക്കൾ, മശായിഖന്മാർക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് 3 ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഫാത്തിഹ ഓതണം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ഉരുവിടും. ആ നാമങ്ങളിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉരുവിട്ട് അല്ലാഹുവിനോട് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ മുറാദുകളും ഒക്കെ പറയണം. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും
ആത്മാർത്ഥമായിട്ട് അൽ ഫാത്തിഹ 3 ഫാത്തിഹ എല്ലാവരും ഓതിയിട്ടേ പോവാവൂ. കാരണം നിങ്ങളുടെ ഒരു ഫാത്തിഹ എങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഖബറിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, മക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്, നമ്മുടെ ദുആ ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ എങ്കിലും നമുക്ക് ദിവസവും ഓതി കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു തആല നമ്മൾ ഓതിയ ഫാത്തിഹയെ മുത്തുനബിയുടെ റൗള ശരീഫിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ അംബിയ മുർസലീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഔലിയാക്കൾ, മശായിഖന്മാർ, ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നമ്മുടെ സ്നേഹിതന്മാർ, സഹപാഠികൾ, അയൽവാസികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവർ, അവരുടെ പ്രത്യേകിച്ച് ഈ ലൈവ് കാണുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്കൊക്കെ അല്ലാഹു ഞങ്ങൾ ഓതിയതിന്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരും ഈ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ ഏറ്റുചൊല്ലണം. അള്ളാഹുവിന്റെ നാമങ്ങളാണ്. 99 നാമങ്ങളും ഉരുവിടുമ്പോൾ നിങ്ങൾ ഒപ്പത്തിനൊപ്പം നിങ്ങൾ ഏറ്റുചൊല്ലണം. മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ആത്മാർത്ഥമായിട്ട് ഓരോ നാമങ്ങളും വിളിക്കുമ്പോൾ അള്ളാഹുലേക്ക് നെഞ്ചുരുകി നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ മുറാദുകളും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനോട് പറയണം. ഒപ്പം അവർക്കും വേണ്ടി കോമൺ ആയിട്ട് പൊതുവിൽ ദുആ ചെയ്യും. അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതണം, പടച്ചവനെ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്, അത് എൻ്റെ കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. പടച്ചവനെ എൻ്റെ കടം മാറാൻ, എൻ്റെ രോഗം മാറാൻ, എൻ്റെ ബുദ്ധിമുട്ട് മാറാൻ, എനിക്ക് മക്കളുണ്ടാകാൻ, നല്ലൊരു വീടുണ്ടാകാൻ, നല്ല ജോലി ഉണ്ടാകാൻ, നല്ല വിസ ശരിയായി കിട്ടാൻ, നല്ല ജോലി കിട്ടാൻ, നല്ല ശമ്പളം കിട്ടാൻ, നല്ല വരുമാനം കിട്ടാൻ, നല്ല സമാധാനം കിട്ടാൻ, ഇണക്കങ്ങൾ കിട്ടാൻ, ജോലി സ്ഥലം മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ ശമ്പള വർധനവിന് വേണ്ടി ഇതൊക്കെ മനസ്സിൽ നിങ്ങൾ കരുതിയിട്ട് നിങ്ങൾ ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ്. തയ്യാറല്ലേ? നിങ്ങൾക്ക് ഈ മജ്ലിസ് കൊണ്ട് നിങ്ങൾക്ക് നേട്ടമല്ലേ ഉള്ളൂ? ഇതിൽ നഷ്ടമുണ്ടോ? ഒരു മണിക്കൂർ നിങ്ങൾ ഇരുന്നെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നഷ്ടമുണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഉപകാരമുണ്ടല്ലോ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ചൊല്ലി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ദുആ വസിയത്ത് കേട്ടോ. പറ്റുന്നവരൊക്കെ ടൈപ്പ് ചെയ്തയക്ക്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദിലു യാ അല്ലാഹ് യാ ലതീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ്
حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقدم يا الله يا مقدم يا الله يا مؤخر يا الله يا مؤخر يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا ولي يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ستار يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد برحمة الله المنان برحمة الله المنان برحمة الله المنان അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യാൻ പോവുകയാണ്. ആത്മാർത്ഥമായിട്ട് ദുആയിൽ പങ്കെടുക്കുക. പലരും ഇങ്ങനെ സ്പീഡിൽ മെസ്സേജ് പോകുന്നത് കൊണ്ട് എനിക്ക് പലരുടെയും മെസ്സേജ് വായിക്കാൻ കിട്ടുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും മെസ്സേജുകൾ വായിച്ചില്ല, ഉസ്താദ് എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് ഞാനത് വായിച്ചോണ്ട്. മോൻ്റെ ദുബായ് പോക്ക് ശരിയാകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദുബായ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലാഹു എളുപ്പമാക്കട്ടെ ഇൻഷാ അല്ലാഹ്.
സൂഫി പറമ്പിൽ ആക്കിബത്ത് നന്നാകാൻ വേണ്ടി അള്ളാഹു ആക്കിബത്ത് നന്നാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. കീമിന്റെ എക്സാം ജൂലൈയിലാണല്ലേ, അള്ളാഹു എളുപ്പമാക്കട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തന്നെ അനുഗ്രഹിക്കട്ടെ. പഠന പുരോഗതി തന്നെ അനുഗ്രഹിക്കട്ടെ. മുത്ത് നബിയെ സ്വപ്നത്തിലെങ്കിലും ഒരു വട്ടമെങ്കിലും ഞങ്ങൾക്ക് കാണാൻ തൗഫീക്ക് തരണേ വിടച്ചവനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അതിനുള്ള തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. മോന് ദുബായ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അള്ളാഹു എളുപ്പമാക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരട്ടെ. കേസിൽ വിജയമുണ്ടാകാൻ വേണ്ടി അള്ളാഹു വിജയം തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാം തരണം ചെയ്ത് റാഹത്തോടുകൂടി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എൻ്റെ മോന്റെയും ഹിഫ്ള് പഠനം പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. മകന് നല്ല ശമ്പളം കിട്ടാൻ വേണ്ടിട്ടല്ലേ, അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഷബീൽ PK മകന്റെ ദുആ ചെയ്യണം. പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. എൻ്റെ മകളുടെ കല്യാണം ശരിയാകുന്നതിന് അള്ളാഹു എല്ലാ തടസ്സങ്ങളും മാറ്റി തന്ന് കല്യാണം ഹൈറായ രീതിയിൽ അള്ളാഹു നടത്തി തരട്ടെ. അതിനുള്ള വഴികൾ തുറന്നു തരട്ടെ. അതിനുള്ള സമ്പത്ത് അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ തലവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു താല ശിഫാ തന്നെ അനുഗ്രഹിക്കട്ടെ. വിട്ടുമാറാത്ത തലവേദനകളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു ശിഫാ തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫോൺ നഷ്ടപ്പെട്ടു എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു ആ നഷ്ടപ്പെട്ട സാധനം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിച്ചു തരട്ടെ. അള്ളാഹു താല ഖൈർ തന്നെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അത് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു തരാനുള്ള അത് ആരെ കയ്യിൽ കിട്ടിയാലും തിരിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ അത് തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. ഇക്കാന്റെ ജോലി പോയിട്ടുണ്ട്, അതിലും നല്ലൊരു ജോലി കിട്ടാൻ അള്ളാഹു അതിലും നല്ലൊരു ഖൈറായ ഒരു ജോലി തന്നെ അനുഗ്രഹിക്കട്ടെ. ഖൈറായ വരുമാനം തന്നെ അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്വഭാവം സ്വാലിഹീങ്ങളാകാനും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും പഠന പുരോഗതിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ വായിച്ച് തന്നെ ദുആ ചെയ്യാം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്താൽ മതി. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഇക്കാക്ക് നല്ല മനസ്സ് കിട്ടാൻ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നല്ല മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. പരമാവധി ഞാൻ വായിക്കും. വീട് പണി എൻ്റെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ മെസ്സേജുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളോളം അള്ളാഹു താല നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ. ഹാദിമോൻ ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല ഒട്ടും നീളമില്ല. അള്ളാഹു താല നല്ല വളർച്ച കൊടുക്കട്ടെ. എല്ലാ ന്യൂനതകളും വൈകല്യങ്ങളും അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു പരിപൂർണ്ണ വളർച്ച കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേദനകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വീട്ടിലെല്ലാവർക്കും പനിയാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. +1 പരീക്ഷയിൽ നല്ല വിജയം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നല്ല മാർക്ക് കൊടുക്കട്ടെ. അള്ളാഹു ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കിട്ടാനുള്ള പൈസ അള്ളാഹു എത്രയും പെട്ടെന്ന് എത്തിച്ചു തരട്ടെ. അതിനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കട്ടെ. തടസ്സങ്ങളൊക്കെ മാറ്റട്ടെ. സൗദിയിലെ വിസ ശരിയാകാൻ വേണ്ടിയിട്ട് ആസിയ അഷ്റഫ് അള്ളാഹു താല എളുപ്പമാക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റട്ടെ. ഷിഫ MT ദുആയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു ഖൈർ നൽകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ദുആയുടെ സദസ്സാണ്, പെട്ടെന്ന് ഷെയർ ചെയ്തിട്ട് വരിക. പെട്ടെന്ന് എല്ലാവരിലേക്കും ഒരു സ്റ്റാറ്റസ് എങ്കിലും വെക്കുക. എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഒരു 600ഓളം ആളുകളുണ്ട്, 650ഓളം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 1000ഓളം ആളുകൾ നമ്മുടെ മജ്ലിസ് നേരത്തെ കേൾക്കാനുണ്ടായിരുന്നു. പിന്നെ പലരും പോകുന്നതാണ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ പലരും എനിക്ക് വേണ്ടി ദുആ ചെയ്തോളൂ, ഇനിയിപ്പോ നിന്നിട്ട് കണ്ടില്ല, ഇനിയിപ്പോ പോവാം. ഇൻഷാ അല്ലാഹ് ഭർത്താവ് ജയിലിൽ അല്ല, ഭർത്താവ് ജയിലിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി അള്ളാഹു എല്ലാ വഴിയും എളുപ്പമാക്കട്ടെ. എല്ലാ വഴിയും എളുപ്പമാക്കട്ടെ. മോചനത്തിന്റെ വഴികൾ അള്ളാഹു എളുപ്പമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ പതിവാക്കി ചൊല്ലാൻ ശ്രമിക്കട്ടെ. അത് 33 വട്ടം 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം. അള്ളാഹു തആല മോചനം തരട്ടെ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എല്ലാം ക്ഷീണമുണ്ട്, അള്ളാഹു തആല തളർച്ചകളിൽ നിന്നും അള്ളാഹു ശമനം തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു ദുആ ചെയ്യാൻ പോവുകയാണ്. റബ്ബേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ ദുആഇനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്.
ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹു ലൈവിന്റെ തുടക്കം മുതൽ ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൽഫ അസീസും നിഷാദ് സാഹിബും മിഷ്കെ മദീനയും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി പേര് വായിക്കുമ്പോൾ ഒരുപാട് പേരുകളുണ്ട്. ബദറുദ്ദീൻ സാഹിബും ഹംന മനുവും അല്ലമീൻ സാഹിബും. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നൗഫൽ യമാനി ഉസ്താദ്. നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. തൊണ്ടവേദനയാണ്, കഫക്കെട്ടുണ്ട്, വിട്ടുമാറാത്ത അസുഖമാണ്. റബ്ബേ നീ ശിഫാഉ കൊടുക്കണേ അല്ലാ. നീ ശിഫാഉ കൊടുക്കണേ അല്ലാ. ദീനിന്റെ ദാഇയാണ്, പ്രബോധകനാണ്. റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ശിഫാഉ കൊടുക്കണേ അല്ലാ. അല്ലാഹു എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹു എല്ലാ 2 കുട്ടികളുണ്ട്, സുഖപ്പെടാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിഷമം എന്താണെങ്കിലും റബ്ബേ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമം എന്താണെങ്കിലും നീ ദൂരീകരിക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ രോഗം വെച്ചതെല്ലാം നീയാണ് റബ്ബേ. അത് എടുക്കാനും കഴിവുള്ളവൻ നീ മാത്രമാണ്. നീ ശിഫാഉ കൊടുക്കണേ അല്ലാ. ശിഫാഉ കൊടുക്കണേ അല്ലാ. ശിഫാഉ കൊടുക്കണേ അല്ലാ. സാജിദ എന്ന സഹോദരി നീ അനുഗ്രഹിക്കണേ അല്ലാ. സാലിഹ് മുഹമ്മദ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലിബ ഫാത്തിമാന് കാലുവേദന, റബ്ബേ ശിഫാഉ കൊടുക്കണേ അല്ലാ. സിനാന് സൽമാന് ഭർത്താവിന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. ഖൈറായ ശമ്പളം കൊടുക്കണേ അല്ലാ. അൻസർ അയ്യൂബ് നീ അനുഗ്രഹിക്കണേ അല്ലാ. സിഹ്ർ നീ ബാത്തിലാക്കണേ അല്ലാ. ശൈത്താന്റെ ഷർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. സാഹിരീങ്ങളുടെ സിഹ്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആയിനീങ്ങളുടെ ഐനുകളെ തൊട്ട് കാക്കണേ അല്ലാ. അമാൻ ഷഫീഖ് സഹോദരന്റെ വിവാഹം നീ ശരിയാകാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. മനസ്സുകളെ തമ്മിൽ നീ ഒന്നിപ്പിക്കണേ അല്ലാ. മക്കൾക്ക് നല്ല ദീനീ ബോധം കൊടുക്കണേ അല്ലാ. മക്കളുടെ അസുഖങ്ങൾക്കെല്ലാം നീ ശിഫാഉ കൊടുക്കണേ അല്ലാ. ശമനം കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ജോലിയിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹു ജീവിതത്തിൽ വലിയ ആഗ്രഹമാണ് മുത്തുനബിയെ ഒരു വട്ടമെങ്കിലും സ്വപ്നത്തിലെങ്കിലും കാണണമെന്നുള്ളത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ആ ഭാഗ്യം നൽകണേ അല്ലാ. ആ ഭാഗ്യം നൽകണേ അല്ലാ. മുഹ്സിൻ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറായ കച്ചവടം കൊടുക്കണേ അല്ലാ. ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ. പ്രവാസിയാണ് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ കച്ചവടത്തിൽ നീ വർധനവ് കൊടുക്കണേ അല്ലാ. ശമ്പളത്തിൽ നീ വർധനവ് കൊടുക്കണേ അല്ലാ. തൊഴിലിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ നീ വർധനവ് കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഈ ലൈവ് കാണുന്നവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആകസ്മികമായ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിങ്ങളുടെ ശരീരങ്ങളെ ചിന്ന ഭിന്നമായി പോകുന്ന അപകടങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു നീ കാക്കണേ അല്ലാ. മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട് റബ്ബേ, അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. അവരുടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ലാ. അവരെ നിരാശരാക്കല്ലേ അല്ലാ. അവരെ കണ്ണീര് കുടിപ്പിക്കല്ലേ അല്ലാ. അവരെ തീരാ നഷ്ടവാളികൾ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. വീട് പണി ചെയ്യുന്നവരുണ്ട്, നീ എളുപ്പം കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. അല്ലാഹു ഒരു ദിവസം നേരത്തെ വീട് പണി പൂർത്തീകരിച്ച് സന്തോഷത്തോടെ ആ വീട്ടിൽ ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കൊക്കെ കൊടുക്കണേ അല്ലാ.
ഗർഭിണിയാണ്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രസവത്തിന്റെ പേരിൽ കീറിമുറിക്കപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. നിങ്ങളുടെ മക്കളെ എല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിങ്ങളുടെ ഭാര്യമാരെ എല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ എല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിങ്ങളുടെ വീടുകളിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ, കടങ്ങൾ വീട്ടി തരണേ അല്ലാ. കടക്കാരാക്കല്ലേ അല്ലാ, കടക്കാരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കൈവേദനയ്ക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ശരീരവേദനയുള്ളവരുണ്ട്, ഊരവേദനയുള്ളവരുണ്ട്, കണ്ണുവേദനയുള്ളവരുണ്ട്, ചെവി വേദനയുള്ളവരുണ്ട്. അല്ലാഹുവേ, മറ്റെന്തെല്ലാം വിഷമങ്ങളുണ്ടോ നീ പരിഹരിക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. സാഹിരീങ്ങളുടെ സിഹറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ലാഇനീങ്ങളുടെ ലഅനത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആയിനീങ്ങളുടെ ഐനുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരു സെന്റ് വസ്തു പോലും ഇല്ലാത്തവരുണ്ട്, അവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. എല്ലാ കുറവുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഭർത്താവിന്റെ ജോലി ശരിയാകാൻ പറഞ്ഞവരുണ്ട്, റബ്ബേ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ, ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ. അവിടെ കുടുംബങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബങ്ങളിൽ നീ സമാധാനം കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. പരസ്പര സ്നേഹം കൊടുക്കണേ അല്ലാ. പരസ്പര സന്തോഷം കൊടുക്കണേ അല്ലാ. ഐക്യം കൊടുക്കണേ അല്ലാ. സ്നേഹം കൊടുക്കണേ അല്ലാ. തമ്മിൽ തെറ്റി പിരിഞ്ഞു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കല്ലേ അല്ലാ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന അവസ്ഥകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹു, എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാ. ഭർത്താവിന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സമ്പത്ത് തരണേ അല്ലാ. അതിനുള്ള ആരോഗ്യം നൽകണേ അല്ലാ. അതിനുള്ള കഴിവ് നൽകണേ അല്ലാ. അതിന് തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ. സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കണേ അല്ലാ. നിങ്ങളുടെ ദുആകളെ സ്വീകരിക്കുന്നതിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പരിപൂർണ മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. വഴി പിഴച്ചവരാക്കല്ലേ അല്ലാ. പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമു നൽകണേ അല്ലാ. നാഫിയായ ഇൽമു നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെല്ലാം നീ കബൂലാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരിൽ തന്നെ മരണപ്പെട്ടു പോയവരുണ്ട്, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഖബറിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന എല്ലാവർക്കും നീ ഗുണം കൊടുക്കണേ അല്ലാ. ഉപകാരം കൊടുക്കണേ അല്ലാ. നിഅമത്ത് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഹിഫാദത്ത് കൊടുക്കണേ അല്ലാ. നിഅമത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവിധ കാവലും നൽകണേ അല്ലാ. നല്ല സ്വഭാവം കൊടുക്കണേ അല്ലാ. നല്ല പെരുമാറ്റം കൊടുക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. ആരെയും നീ നിരാശരാക്കല്ലേ അല്ലാ. ആരെയും നീ കണ്ണീര് കുടിപ്പിക്കല്ലേ അല്ലാ. ആരെയും നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ആരെയും നീ സങ്കടപ്പെടുത്ത അർഹമർ റഹീം ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു
മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അറഫ മൊയ്തുട്ടി വലൈക്കും സലാം. സാജിദ ജോലി കിട്ടാൻ അള്ളാഹു എളുപ്പമാക്കട്ടെ, ഖൈറായൊരു ജോലി തന്നെ അനുഗ്രഹിക്കട്ടെ. മോനു വ്ലോഗ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. താഹിറ എം പി അള്ളാഹു സ്വീകരിക്കട്ടെ. ഫാത്തിമ ബഷീർ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അനീസ താജുദ്ദീൻ അള്ളാഹു എല്ലാവിധ മുറാദ് ഹാസിലാക്കട്ടെ, അവരുടെ കുടുംബത്തിൽ ഖൈർ നൽകട്ടെ. ഹഫ്സത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ പാത്തു എന്ന സഹോദരിയത്തെ, ആ സഹോദരിയുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു താല രോഗത്തിന് ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവിടെ ഭർത്താവിനെ അനുഗ്രഹിക്കട്ടെ, അവിടെ കുടുംബത്തിനേക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. സഫ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ, ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മുഹസിന അള്ളാഹു സ്വീകരിക്കട്ടെ. നിഷാദ് സാഹിബ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മിനു അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഖൈർ ബർക്കത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് തരട്ടെ, ആഫിയത്ത് തരട്ടെ, ദീർഘായുസ് തരട്ടെ, സന്തോഷവും സമാധാനവും തന്നെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. ഈ ദുആ അല്ലെങ്കിൽ പനി അള്ളാഹു താല ശിഫ തരട്ടെ. പനിയൊക്കെ പടച്ചവന്റെ ഒരു പരീക്ഷണമാണ്, അതൊക്കെ ക്ഷമിക്കുക. അള്ളാഹുനോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് അള്ളാഹു താല ശിഫ തരട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഫൈസൽ അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഖദീജ ബീവി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഫാന പൊന്നൂസ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഖൈറും ബർക്കത്തും തന്നെ അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ എല്ലാവിധ ബറക്കത്തും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. റാഹത്ത് തന്നെ അനുഗ്രഹിക്കട്ടെ. സന്തോഷം തന്നെ അനുഗ്രഹിക്കട്ടെ. അബ്ദുൾ റസാഖ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മകളെ കൊണ്ടുവരാം. 5 മാസമല്ലേ ആയുള്ളൂ മകൾക്ക്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ കഴിയട്ടെ, ഞാൻ കൊണ്ടുവരാം, നമ്മുടെ മജ്ലിസിൽ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. സിഹർ അള്ളാഹു ബാത്തിലാക്കി തരട്ടെ. ജീവിതത്തിലൊക്കെ അള്ളാഹു സന്തോഷം തരട്ടെ. വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയും 8:55 തന്നെ നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. പരമാവധി എല്ലാവരും വളരെ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കണം. നമ്മൾ മറ്റൊരു വിഷയം നമുക്ക് സംസാരിക്കാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാം. കച്ചവടത്തിലേക്ക് അള്ളാഹു ബറക്കത്ത് തരട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും അനുഗ്രഹിക്കട്ടെ. കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. കടങ്ങൾ അള്ളാഹു താല വീട്ടിൽ തരട്ടെ. മകന് എല്ലാവിധ ഖൈറും ബർക്കത്തിന്റെ പെറ്റ്സ് എനിക്ക് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. അള്ളാഹു താല എല്ലാവിധ ഖൈറും ബർക്കത്തും തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഷെയർ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും സ്റ്റാറ്റസ് വെച്ചവർക്കും മജ്ലിസിൽ ഇത്രയും നേരം വരെ പങ്കെടുത്തവർക്ക്. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോയ നിങ്ങളുടെ ഭർത്താക്കന്മാരെ എന്നെ വഴക്കുറയും, അതുപോലെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും, മോശക്കാരാക്കും, പിന്നെ ഞങ്ങളെ കൊങ്കയ്ക്ക് പിടിക്കും, പിന്നെ ഉള്ള പരിപാടിയൊക്കെ പിന്നെ ബാത്തിലാവും. പിന്നെ വെറുതെ നമ്മൾ അതിനായിട്ട് മുതിരുന്നില്ല. പിന്നെ നാളെ സ്കൂളൊക്കെ ഉള്ളതാണ്. ഉമ്മമാർക്കൊക്കെ പല പണികളും ജോലികളും ഒക്കെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും തന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി ജീവിക്കുക, സമാധാനത്തോടുകൂടി ജീവിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിച്ച് നല്ലൊരു മനുഷ്യനായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.